ഹലോ ഡിയേഴ്സ്, ഇതൊന്ന് നോക്കിയേ. ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇതൊരു RCM പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് വാങ്ങുന്നത്. ഇവിടെ അച്ഛൻ വാങ്ങിച്ചു കൊണ്ടുവന്നതാണേ. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നല്ലൊരു പാക്കിങ്ങിലാണ് കേട്ടോ അത് വരുന്നത്. അത് നമുക്ക് എടുത്ത് നമുക്ക് ഇഷ്ടമുള്ള പീസ് പോലെ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാൻ എന്തായാലും ചെറുതായിട്ടുള്ള ക്യൂബ്സ് ആയിട്ടാണ് കേട്ടോ അത് കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ഇത് വെജാണ്, പ്യുവർ വെജ് എന്നാണ് കേട്ടോ എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ നോൺ വേർഷൻസും അവൈലബിൾ ആണെന്ന് തോന്നുന്നു. അപ്പം ഞാൻ എന്തായാലും ഒരു ചിക്കൻ കറി വെക്കുന്ന രീതിയിലാണിത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ആദ്യം ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള സവാള കൂടെ ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ഇതിലേക്ക് ഈ സമയത്ത് തന്നെ നമുക്ക് ആവശ്യമുള്ള ഉപ്പും കൂടിയും ചേർക്കാം. അപ്പോൾ സവാള നന്നായിട്ടൊന്ന് വഴണ്ടു കിട്ടും. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണം പോകുന്ന വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ഞാനിവിടെ ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ കുരുമുളക് പൊടി, അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ ഗരം മസാല, ഇത്രയും പൊടികളാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതൊന്ന് വഴറ്റി പച്ചമണം പോകുമ്പോൾ നമുക്കിതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ടൊമാറ്റോ കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് തക്കാളി വേണമെങ്കിൽ അരച്ചും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിത് അധികം ഗ്രേവി ഇല്ലാതെ കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കാനായിട്ട് നോക്കിയത്. ഇനി ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ ഇതില്ലേ സോയാ മിക്സ്, അത് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തു. ഇനി ഞാൻ കുറച്ച് വേപ്പില കൂടി ഇതിൽ ചേർത്ത് കൊടുത്തു. എനിക്ക് ഈ വേപ്പിലയുടെ ഫ്ലേവർ നല്ല ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ കറിയിലൊക്കെ ഒരുപാട് ചേർക്കാറുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിക്കുമ്പോൾ നോക്കി നമ്മുടെ അടിപൊളി കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വാങ്ങാൻ എങ്ങനെയാ ഉണ്ടാവുക എന്നൊക്കെ നമ്മൾ ആലോചിച്ചിട്ട് മടിയായിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, അവരൊക്കെ ഒന്ന് ഇത് വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി കറിയാണിത്. ഇത് നമുക്ക് പൊറോട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പുട്ടിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണേലും കഴിക്കാം. അപ്പോൾ ഞാനിവിടെ എന്തായാലും പുട്ടിൻ്റെ കൂടെയാണ് കേട്ടോ അത് കഴിച്ചത്. അപ്പോൾ ഇതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പീസിന് വേണ്ടിയിട്ട് എൻ്റെ ചാനലൊന്ന് ഫോളോ ചെയ്ത്